മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുണർതം, നാലാം പാദം, പൂയം, ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ആദ്യമായി നിങ്ങളുടെ കരിയർ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. കർക്കിടകം രാശിക്കാർ ഈ മാസം ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ക്രോധത്തിൽ എപ്പോഴും കൺട്രോൾ ഉണ്ടായിരിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. കരിയറിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാരണം 9ാം ഭാവാധിപൻ ഗുരു ലാഭസ്ഥാനമായ 11ലാണ് നിൽക്കുന്നത്. കൂടാതെ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ബുധനും ബലവാനായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും മാസത്തിൻ്റെ അവസാന സമയത്ത് ഇവിടെ ഗ്രഹണദോഷവും 29ാം തീയതി സൂര്യഗ്രഹണവും ഉണ്ടാകുന്നതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. മാർച്ച് 29ാം തീയതി ശനിയും നിങ്ങളുടെ 8ാം ഭാവത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതോടെ കഴിഞ്ഞ 2.5 വർഷമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അഷ്ടമശനിയുടെ പ്രഭാവവും അവസാനിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഖസ്ഥാനാധിപൻ ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് വാഹനം, പ്രോപ്പർട്ടി, ഭൂമി, ഭവനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. 6ാം ഭാവാധിപൻ ഗുരു നിൽക്കുന്നത് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ്. ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതുപോലെ ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7ാം ഭാവാധിപൻ ശനി 8ലാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ്. ശനി ഇവിടെ സ്വരാശിയിലും മൂലത്രികോണസ്ഥാനത്തുമാണ് നിൽക്കുന്നത്. അതിനാൽ ശനിയുടെ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. എങ്കിലും ശനിയുടെ സ്വഭാവമനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ദമ്പതികൾ തമ്മിൽ അല്പം സ്വരച്ചേർച്ചയില്ലായ്മയും മറ്റും ഉണ്ടാകുന്നതായിരിക്കും. മാർച്ച് 29ാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അഷ്ടമശനിയുടെ പ്രഭാവവും അവസാനിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പഠന സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധൃതി കാണിക്കുവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും പേരൻസ്, ടീച്ചർ എന്നിവരുമായിട്ടെല്ലാം കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. സന്താനങ്ങളെക്കുറിച്ച് ചില ടെൻഷൻ വരാനും സാധ്യതകളുണ്ട്. എല്ലാ റിലേഷനിലുള്ളവരും ഈ മാസം കുറച്ച് ശ്രദ്ധിച്ചു വേണം തമ്മിൽ ഇടപെടാനും സംസാരിക്കുവാനും. നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ആരോഗ്യസ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും. ഇതാണ് കർക്കിടകം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.